ഫുക്രിയിലേക്ക് സ്വാഗതം. ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും വലിയ ഇതിഹാസം, എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർ ഗാരി സോബേഴ്സ് വിടവാങ്ങി. 89-ാമത്തെ വയസ്സിലാണ്, 90 വയസ്സ് തികയാൻ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് സോബേഴ്സ് വിടവാങ്ങിയിരിക്കുന്നത്. സുൽഗവാസ്കർ പറഞ്ഞത്, ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും മഹാനായ ക്രിക്കറ്റർ വിടവാങ്ങിയിരിക്കുന്നു. അക്ഷരം പ്രതി ശരിയാണത്. പണ്ടൊരിക്കൽ ഗവാസ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ ക്രിക്കറ്റ് കളിക്കാരാണ്, അദ്ദേഹം ക്രിക്കറ്റ് തന്നെയായിരുന്നു ഗാരി സോബേഴ്സ്. അക്ഷരം പ്രതി ശരിയായ ഒരു പരാമർശമാണത്. എല്ലാവരും ഒരു കാലത്ത് ഗാരി സോബേഴ്സിനെ പോലെ കളിക്കുക, ഗാരി സോബേഴ്സ് ആയിരുന്നു കഴിവിൻ്റെ മാനദണ്ഡമായി കണ്ടിരുന്നത്. അത് സൗരവ് ഗാംഗുലി പറയുന്നുണ്ട്. സോബേഴ്സ് ആയിരുന്നു ക്രിക്കറ്റിൽ കഴിവിൻ്റെ മാനദണ്ഡം. നിങ്ങൾ സോബേഴ്സിനെ പോലെ കളിക്കുന്നുണ്ടോ, സോബേഴ്സിന് അത്ര ഇതായി കളിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി 93 ടെസ്റ്റുകളിലാണ് സോബേഴ്സ് കളിച്ചത്. അതിൽ 57.78 ശരാശരിയിൽ 8032 റണ്ണ്, 26 സെഞ്ചുറി, 235 വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 28,000-ലധികം റണ്ണാണ്, 28,000-ലധികം റണ്ണ്. അതിൽ 86 സെഞ്ചുറിയും 121 അർദ്ധ സെഞ്ചുറിയും. എന്തൊരു ഇന്നിങ്സാണ്, എന്തൊരു പ്ലെയറാണ് സോബേഴ്സ്. അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ 18 ടെസ്റ്റുകൾ കളിച്ചു, 8 സെഞ്ചുറി. 18 ടെസ്റ്റിൽ 8 സെഞ്ചുറി. ഇന്ത്യയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു കളിക്കാരനാണ്. അതുപോലെ തന്നെ സോബേഴ്സിനെ 5-in-1 ക്രിക്കറ്റർ എന്നാണ് വിളിച്ചിരുന്നത്. സാധാരണഗതിയിൽ 3-in-1 എന്നൊക്കെ പറയാറുണ്ട്, 3D പ്ലെയർ എന്നൊക്കെ പറയാറുണ്ട്. ബാറ്റിങ്, ബൗളിങ്, ഫീൽഡിങ്. ഇവിടെ ബാറ്റിങ്ങിനും ബൗളിങ്ങിനും പുറമേ അദ്ദേഹം ബാറ്റിങ്ങിനും ഫീൽഡിങ്ങിനും പുറമെ ബൗളിങ്ങിൽ 3 തരത്തിൽ അദ്ദേഹം ബോൾ ചെയ്യുമായിരുന്നു. ഇടംകയ്യൻ ബൗളറായിരുന്നു, ഇടംകയ്യൻ ബാറ്ററും ആയിരുന്നു സോബേഴ്സ്. അപ്പോൾ ഇടംകയ്യൻ റിസ്റ്റ് സ്പിൻ ചെയ്യായിരുന്നു, ഇടംകയ്യൻ ഓർത്തഡോക്സ് സ്പിൻ ചെയ്യായിരുന്നു, ഇടംകയ്യൻ മീഡിയം പേസ് ബൗളിംഗ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ 3 പ്ലസ് ബാറ്റിങ്ങും ഫീൽഡിങ്ങും, അങ്ങനെ 5-in-1. ആ പരാമർശം 5-in-1 ക്രിക്കറ്ററാണ് സോബേഴ്സ് എന്ന് ആദ്യം പറഞ്ഞത് ക്രിക്കറ്റിലെ എക്കാലത്തെയും വലിയ ബാറ്ററായിട്ട് കണക്കാക്കപ്പെടുന്ന ഡോൺ ബ്രാഡ്മാനാണ്. ഒരു കാലത്ത് ബ്രാഡ്മാനും സോബേഴ്സും മാത്രമേ ക്രിക്കറ്റിൽ സൂപ്പർ താരങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ, മറ്റുള്ളവരെല്ലാം സാധാരണ കളിക്കാരായിരുന്നു. അങ്ങനെയുള്ള സോബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം, ഒരു ഓവറിൽ 6 സിക്സർ നേടിയ ആദ്യത്തെ കളിക്കാരനാണ്, ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ കളിക്കാരനാണ് സോബേഴ്സ്. 1968 ആഗസ്റ്റ് 31 നോട്ടിംഗ്ഹാംഷയറിന് വേണ്ടി കളിക്കുമ്പോൾ ഗ്ലാമോർഗനെതിരെയായിരുന്നു അത്. ഗ്ലാമോർഗൻ്റെ മാൽക്കം നാഷായിരുന്നു ആ ഓവർ എറിഞ്ഞത്. നാഷായിരുന്നു സോബേഴ്സിൻ്റെ ഇര. 6 പന്ത് സിക്സർ അടിച്ചു. അന്നൊക്കെ 30 വാരയ്ക്ക് പുറത്തേക്ക്, അതായത് ക്രിക്കറ്റിൻ്റെ 30 വാര സർക്കിളിന് പുറത്തേക്ക് പന്ത് തൂക്കിയിടുന്നത് തന്നെ വലിയ കുറ്റമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു. അന്നാണ് 6 പന്തിലും 6 സിക്സ് നേടിയത് സോബേഴ്സ്. എന്തൊരു കളിക്കാരൻ എന്ന് നമ്മളൊന്നും ആ കളി കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോസൊക്കെ ഇങ്ങനെ ചിലത് മിന്നായം പോലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ക്രിക്കറ്റിനോട് ഇഷ്ടം തോന്നുന്ന കാലത്തൊക്കെ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഗാരി സോബേഴ്സ്, ഡോൺ ബ്രാഡ്മാൻ. ആ സോബേഴ്സാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. വല്ലാത്തൊരു കളിക്കാരൻ, വല്ലാത്തൊരു എക്കാലത്തെയും വലിയ ഓൾറൗണ്ടറായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ആ ഗാരി സോബേഴ്സ് വിടവാങ്ങിയിരിക്കുന്നു. ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹത്തായ മുദ്ര അവശേഷിപ്പിച്ച് കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയിരിക്കുന്നത്. എക്കാലത്തും അദ്ദേഹം ഓർക്കപ്പെടും. ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം ഗാരി സോബേഴ്സ് ഓർക്കപ്പെടും. അദ്ദേഹത്തിന് ആദരാഞ്ജലി.